ഹായ് ഡിയേഴ്സ്. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ സേ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിട്ടാണ് മിസ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പോയിന്റ് മിസ്സാക്കാതെ എഴുതാം, മാർക്ക് വാങ്ങിക്കാട്ടോ മക്കളെ. സോ വീഡിയോ എന്ത് ചെയ്യുക, അവസാനം വരെ കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിൽ അപ്രോപ്രിയേറ്റ് ആസ് പെർ ഹിന്റ് ഗിവൺ. താഴെ തന്നിട്ടുള്ള ഒരു ഹിന്റ് വെച്ചിട്ട് ബാക്കി പോയിന്റ്സ് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്, ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. നമുക്ക് എന്ത് ചെയ്യാം, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് എഴുതാനോ വിവരിക്കാനോ ഒന്നുമില്ല. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 4 മാർക്കിനും 5 മാർക്കിനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഭാഗ്യമാണെന്ന് വിചാരിക്കുക. ഒരിക്കലും എന്ത് ചെയ്യാതിരിക്കുക, തെറ്റിക്കാതിരിക്കുക. സോ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെന്ന്. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. അതിന്റെ നേരെ അവർ എഴുതിയിട്ടുണ്ട് എക്കണോമിക് എൻവയോൺമെന്റ്. ആ ഒരു ഹിന്റ് വെച്ചിട്ട് ബാക്കി പോയിന്റ്സിന് മാച്ച് ചെയ്യുന്നത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യത്തെ ആ ഒരു പോയിന്റ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എന്താണ്, ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലുള്ള പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അത് ഓരോന്നും ഏത് എൻവയോൺമെന്റിൽ വരുന്നതാണ് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സാമ്പത്തികപരമായിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു എക്കണോമിക് എൻവയോൺമെന്റ് ആണ് എന്ന് അവർ തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരെ അവിടെ എന്ത് എഴുതാവുന്നതാണ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എഴുതാവുന്നതാണ് അല്ലെ. യെസ്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെന്റ് എവിടെ വരും? പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ വരും. ഉറപ്പല്ലേ? യെസ്. സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സയന്റിഫിക് ഇംപ്രൂവ്മെന്റ്. സയന്റിഫിക് ഇംപ്രൂവ്മെന്റ്സ് അപ്പൊ ഏത് എൻവയോൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്? എക്കണോമിക് എൻവയോൺമെന്റ് ആണോ, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണോ? അല്ല, അതെന്താണ്? ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് എന്താണ്, ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ വരുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ. സയന്റിഫിക് ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ എൻവയോൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ. ആളുകളുടെ ലൈഫ് സ്റ്റൈല് മാറിക്കൊണ്ടേയിരിക്കുക. ഇത് ഏത് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? സോഷ്യൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അല്ലെ. സോഷ്യൽ എൻവയോൺമെന്റിലാണ് ആളുകളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങള്, ലൈഫ് സ്റ്റൈല്, കസ്റ്റംസ്, ബിലീഫ്സ്, ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ വരുന്നത്. സോ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈല് സോഷ്യൽ എൻവയോൺമെന്റിൽ വരുന്ന ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. ആളുകളുടെ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസും എവിടെ തന്നെ വരുന്നതായിരിക്കും? എക്കണോമിക് എൻവയോൺമെന്റിൽ എന്തായാലും വരില്ല. നമുക്ക് ഏതെങ്കിലും എൻവയോൺമെന്റിൽ ഏത് എൻവയോൺമെന്റിൽ വരുന്നതാണ് എന്ന് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കുക ഏതെല്ലാം വരാതിരിക്കാം. എന്തായാലും കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് എൻവയോൺമെന്റിൽ വരില്ല. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ വരില്ല, ലീഗൽ എൻവയോൺമെന്റിൽ വരില്ല. പിന്നെ ഏത് എൻവയോൺമെന്റ് ആയിരിക്കും? സോഷ്യൽ എൻവയോൺമെന്റ് തന്നെയാണ് അതിന്റെയും ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. സോ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈല്, ഇത്തരത്തില് സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെ വരും? സോഷ്യൽ എൻവയോൺമെന്റിൽ വരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിനാണ് നമുക്ക് 4 മാർക്ക് കിട്ടുന്നത്. സോ ഓരോ എൻവയോൺമെന്റിൽ വരുന്ന പോയിന്റ്സ് നിങ്ങൾ മിസ്സാക്കാതെ പഠിക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എഴുതാ. ഓക്കെ അല്ലേ? ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഔട്ട് എനി 4 കൺസ്യൂമർ റൈറ്റ്സ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് CPA പ്രകാരം നമുക്ക് കൺസ്യൂമേഴ്സിന് കുറച്ച് റൈറ്റ്സ് അവൈലബിൾ ആണ്. അത് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. അതിൽ വരുന്നതാണ് മക്കളെ റൈറ്റ് ടു സേഫ്റ്റി, അതുപോലെ തന്നെ റൈറ്റ് ടു ബി ഇൻഫോം, റൈറ്റ് ടു ബി അഷ്യൂർഡ് ഓർ റൈറ്റ് ടു ചൂസ്, അതല്ലെങ്കിൽ റൈറ്റ് ടു ബി ഹിയർഡ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. സോ ഇതൊക്കെയാണ് നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തേക്കുക, പോയിന്റ് ഔട്ട് ചെയ്തേക്കുക. നമ്മൾ എന്ത് ചെയ്യണ്ട, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. സോ നേരെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ്? ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതും ഒരു 3 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സേ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫണ്ട് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അത് പ്രോപ്പർ ആയിട്ടൊന്ന് മാനേജ് ചെയ്യും അല്ലെ. അത്രേ ഉള്ളൂ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫൈനാൻഷ്യൽ പ്ലാനിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് എസ്റ്റിമേഷൻ, പ്രൊക്യൂർമെന്റ്, യൂട്ടിലൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര ഫണ്ട് ആവശ്യമായിട്ട് വരും
അത് എവിടെ നിന്നൊക്കെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എവിടെ നിന്ന് നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പ്രൊക്യൂർ ചെയ്ത ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒരു ഓർഗനൈസേഷനിലെ ഫണ്ട് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം, എത്ര വേണം, എവിടെ നിന്ന് അത് പ്രൊക്യൂർ ചെയ്യാം, എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യാം എഫക്റ്റീവ് ആയിട്ട് എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ നടക്കുന്നത്. സോ അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള 2 ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന് വരുന്നുള്ളൂ. ഫസ്റ്റ് വൺ എന്താ മക്കളെ, to ensure availability of fund at the right time and its അവൈലബിൾ സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് നമുക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഫണ്ട് ഇല്ലാത്തൊരു പ്രശ്നം ബിസിനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത്. കാരണം ഫണ്ടാണ് എന്താ, ഫിനാൻസ് ആണ് നമ്മുടെ ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത്. ഫിനാൻസ് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബിസിനസിന്റെ കാര്യങ്ങൾ നിന്ന് പോകും. സോ കറക്റ്റ് ടൈമിൽ ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ ഫണ്ടിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ടു സീ ദാറ്റ് ഫേം ഡസ് നോട്ട് റേസ് ഫണ്ട് അൺനെസസറിലി. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ആണ് എന്ത്, നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഫണ്ട് നമ്മുടെ ബിസിനസ്സിൽ ഇല്ല എന്ന് ഉറപ്പിക്കണം. അൺനെസസറി ആയിട്ടുള്ള ഫണ്ട് ബിസിനസ്സിൽ ഇരിക്കുന്നത് നല്ലതാണോ? അല്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സിലോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സോ അൺനെസസറി ഫണ്ട് ബിസിനസ്സിൽ ഇല്ല എന്നുള്ളത് ഉറപ്പിക്കുകയും വേണം. ഇത് രണ്ടുമാണ് നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ മെയിൻ 2 ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ അല്ലേ? സോ ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇറ്റ് ഈസ് എ ഡിസിഷൻ റിഗാർഡിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ഡിസിഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്ടിങ് സച്ച് ഡിസിഷൻ. ആ ഒരു ഡിസിഷനെ നമ്മളൊരു പേര് വിളിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഒരു പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് ആ ഒരു പ്രോഫിറ്റിന് നമ്മളൊരു പേര് പറയും അല്ലെ. എന്താണ് ആ ഒരു പ്രോഫിറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഡിവിഡൻഡ്. അതുകൊണ്ട് തന്നെ എത്ര പ്രോഫിറ്റ് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഡിസിഷനെ നമ്മൾ വിളിക്കുന്ന പേര് എന്തായിരിക്കും, ഡിവിഡൻഡ് ഡിസിഷൻ എന്നായിരിക്കും അല്ലെ. സോ ആ ഒരു ഡിസിഷൻ ഏതാണ് എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് എഫക്ടിങ് ഡിവിഡൻഡ് ഡിസിഷൻ. ഇത് നമ്മുടെ 5 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും പോയിന്റ്സ് എന്ത് ചെയ്തേക്കാം, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് പോയിന്റ്, അതിനെ എഫക്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് മക്കളെ സ്റ്റെബിലിറ്റി ഓഫ് ഏർണിംഗ്സ്. നമ്മുടെ ബിസിനസ്സിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഏർണിംഗ്സ് ഉള്ള ബിസിനസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഹയർ ഡിവിഡൻഡ് ആയിരിക്കും ആ ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം എന്താണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഏർണിംഗ്സ് ഉണ്ട്. വർഷാവർഷവും ഏർണിംഗ്സ് ഏകദേശം സ്റ്റേബിൾ ആണ്. ഒരു വർഷം വളരെ കൂടുന്നു, അടുത്ത വർഷം ഭയങ്കര കുറവാണ്, അങ്ങനെയില്ല. സ്റ്റേബിൾ ആയിട്ടുള്ള ഏർണിംഗ്സ് ആണെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് ഹയർ ഡിവിഡൻഡ് ആയിരിക്കും ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ അവരെന്തായിരിക്കും, ചെറിയ ഡിവിഡൻഡ് ആയിരിക്കും ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം അവർക്ക് ബിസിനസ്സിൽ ഫണ്ട് എടുത്തു വെക്കേണ്ടതായിട്ട് ഉണ്ടായിരിക്കും. സോ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാം കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബിസിനസ്സിലെ ബുദ്ധിമുട്ടാവും. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻസ്. ചില കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും മക്കളെ, ഒരു ഡിവിഡൻഡ് പെർ ഷെയർ എന്ന് പറയുന്ന ആ ഒരു കാര്യം സ്റ്റേബിൾ ആയിട്ട് വെക്കുന്ന ബിസിനസ് ഉണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള ബിസിനസ് എന്താണ്, അവരുടെ ഏർണിംഗ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വന്നു എന്നുള്ളത് കൊണ്ട് ഡിവിഡൻഡ് പെർ ഷെയർ മാറ്റില്ല. ഈ ഒരു വർഷം കൂടുതലായിട്ട് ഏർണിംഗ്സ് ഉണ്ടെങ്കിലും അടുത്ത വർഷം കുറവാണെങ്കിലും ഒക്കെ അവർ ഏകദേശം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഏർണിംഗ്സ് ഒരു ഡിവിഡൻഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്. അത്തരത്തിലുള്ള കമ്പനീസിന്റെ ഡിവിഡൻഡ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം സ്റ്റേബിൾ ആയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഏർണിംഗ്സിൽ ചെറിയ വരുന്ന മാറ്റമൊന്നും അവർ ഡിവിഡൻഡിൽ എന്ത് ചെയ്യാറില്ല, മാറ്റമായിട്ട് വലിയൊരു മാറ്റമായിട്ട് കാണിക്കാറില്ല. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് മക്കളെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ചില കമ്പനീസിന് ഗുഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് അല്ലെ. അത്തരത്തിലുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കമ്പനി ആണെങ്കിൽ അവർ കയ്യിൽ വരുന്ന എല്ലാ പ്രോഫിറ്റും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം അത്തരത്തിലുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ ബിസിനസ്സിന് എന്താവശ്യമാണ്, ഫണ്ട് ആവശ്യമാണ്. സോ നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ സാധാരണ അത്തരത്തിലുള്ള കമ്പനീസ് ചെറിയ എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ എന്താണ്, അതല്ല അത്തരത്തിലുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ അവര് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഹയർ ഡിവിഡൻഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, പേ ചെയ്യുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണല്ലോ. സോ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് നടക്കുന്നത് അതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്ലോ പൊസിഷൻ. നമ്മുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കമ്പനിയുടെ, നമ്മുടെ ബിസിനസിന്റെ ക്യാഷ് ഫ്ലോ പൊസിഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലെ. ബിസിനസിന് ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്യാഷ് ഔട്ട്ഫ്ലോസ് വരുന്നുണ്ട്. ബിസിനസിന് എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ എംപ്ലോയീസിന്റെ സാലറി കൊടുക്കാനുണ്ട്, റെന്റ് കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് അസറ്റ്സിന്റെ ഒക്കെ ലീസ് റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരിക്കും. സോ മക്കളെ നമ്മുടെ 4ാമത്തെ ഒരു ഫാക്ടറാണ് ക്യാഷ് ഫ്ലോ പൊസിഷൻ.
നമ്മള് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബിസിനസിന്റെ ക്യാഷ് ഫ്ലോ പൊസിഷൻ നോക്കണം. നമ്മുടെ വെൽ ആയിട്ടുള്ള നല്ല രീതിക്ക് ഒരു ക്യാഷ് ഫ്ലോ പൊസിഷൻ ഉള്ള ഒരു ബിസിനസ് ആണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഹയർ ഡിവിഡൻഡ് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ പറ്റും. അതല്ല നമ്മുടെ ക്യാഷ് ഫ്ലോ പൊസിഷൻ കുറച്ച് വീക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് ചെറിയ എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് പേ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നന്നായിരിക്കാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് മക്കളെ ഷെയർ ഹോൾഡേഴ്സ് പ്രിഫറൻസ്. നമ്മളെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വേറെ കുറെ ഫാക്ടേഴ്സ് പറഞ്ഞു, അതൊക്കെ നോക്കണം എന്നുള്ളത് പോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രിഫറൻസ് നോക്കണം. ഷെയർ ഹോൾഡേഴ്സ് ആണ് നമ്മുടെ കമ്പനീന്റെ റിയൽ ഓണേഴ്സ്. സോ അവരുടെ പ്രിഫറൻസ് എന്താണ്, ഡിവിഡൻഡ് നല്ല രീതിക്ക് ഹയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാന്നുള്ളതാണോ, അതല്ല ഡിവിഡൻഡ് അധികം ഡിക്ലെയർ ചെയ്യാണ്ട് കമ്പനീന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണോ, എന്താണ് അവര് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ടാക്സേഷൻ പോളിസി. കമ്പനി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിന് കമ്പനി ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട്. സോ ഡിവിഡൻഡ് കൊടുക്കുന്നതിന്റെ മുകളിൽ കമ്പനിക്ക് ഹയർ ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ലോ ഡിവിഡൻഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെ. സോ ടാക്സ് അത്രയും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ടാക്സ് എന്താണ്, കമ്പനീനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. അതല്ല നമ്മുടെ ടാക്സ് റേറ്റ്സ് കുറവാണ്, ഡിവിഡൻഡ് കൊടുക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ടാക്സ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് വലിയ വലിയ കമ്പനീസ് ആണ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ടിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈസിലി ക്യാപിറ്റൽ മാർക്കറ്റിൽ അവർക്ക് എൻറ്റർ ആവാം, അവർക്ക് ആവശ്യമുള്ള ഫണ്ട് അവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്യാം. അതല്ല അത്രയും ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ആക്സസ് ഉള്ള ഒരു ബിസിനസ് അല്ല നമ്മളുടേത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരുന്ന ഫണ്ടൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫണ്ട് ഷോർട്ടേജ് അവിടെ ഉണ്ടായിരിക്കും. സോ അത്തരത്തില് ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് ഈസി ആക്സസ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ ഹയർ ഡിവിഡൻഡ് അവർ പേ ചെയ്യുന്നത് കുഴപ്പമില്ല. കാരണം അവർക്ക് ഫണ്ടിന്റെ ഇഷ്യൂ വരികയാണെങ്കിൽ അവർക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതല്ല ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് എൻട്രി അത്രയും ഈസി ആയിട്ടുള്ള കമ്പനീസ് അല്ല നമ്മുടെ എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരാണ് ലീഗൽ കൺസ്ട്രെയിൻസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കമ്പനീസ് ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ലേ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് വേണം ഏത് കമ്പനി ആണെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡിവിഡൻഡ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിസിഷനെ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. ഇതെന്താണ്, ഒരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, പോയിന്റ് ഒന്നും മിസ് ഔട്ട് ആക്കാതെ വളരെ വൃത്തിക്ക് പഠിച്ചു പോവാട്ടോ. ഓക്കെ, സോ ഇതുപോലുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു സോ മച്ച്.